ഹലോ ഹായ് വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഇന്നിവിടെ ഞാൻ വന്നേക്കുന്നത് ഓസ്ട്രേലിയൻ മെയ്ഡ്സ് വിസയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ബാലറ്റിൽ സെലക്ഷൻ കിട്ടിയവർക്ക് ഇനി എങ്ങനെ അതിനെ ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, വേറെ എന്തൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത് എൻ്റെ കസിൻ ഇതിന് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഏജൻസീസിനെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെൽഫായിട്ട് പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയതാണ്. ഞാൻ വിചാരിച്ചു ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽസ് അറിയാൻ വഴിയില്ല. സോ നിങ്ങൾ എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ലെറ്റർ ലഭിക്കും. അതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അവരുടെ സെലക്ഷൻ ലെറ്ററിൽ കൊടുത്തേക്കുന്നത് February 7th. സോ അതിനു മുമ്പേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളത്. പാസ്പോർട്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആണ്, എല്ലാം റിന്യൂഡ് ആയിട്ട് ഒരു റിന്യൂഡ് പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് കാര്യം ഹെൽത്ത് എക്സാമിനേഷന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ വെബ്സൈറ്റിൽ തന്നെ അവർ ഒരു പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇൻ കേസ് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ തന്നെ അപ്ലോഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് എക്സാമിനേഷൻസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമി അക്കൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ബാലറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഇമി അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിരിക്കുമല്ലോ. ആ ഇമി അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്തിട്ട് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ ഹെൽത്ത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹാപ്പ് ID ജനറേറ്റ് ചെയ്യും വിത്ത് റെഫറൻസ് ലെറ്റർ. അത് നിങ്ങൾ എടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ ആകപ്പാടെ ഓസ്ട്രേലിയൻ വിസ എക്സാമിനേഷൻസ് ചെയ്യുന്നത് കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രമേ ഉള്ളൂ. അവിടെ വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക. അപ്പം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ പോകുമ്പം ഈ ഹാപ്പ് ID വിത്ത് റെഫറൻസ് ലെറ്ററും അതുപോലെ അവർ ആവശ്യപ്പെടുന്ന വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സും ഉണ്ടാവും. അതും കൂടെ എടുത്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇത് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു 100 രൂപ പേ ചെയ്താൽ മതി. പോയി കഴിയുമ്പം ഈ ടെസ്റ്റിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഒരു 5000 rupees ആയിരിക്കും ചിലവ് വരിക. അടുത്തതായിട്ട് വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കരുതിയിരിക്കണം ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് റെഡി ആയിരിക്കണം. എന്തൊക്കെയാ? പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ പാസ്പോർട്ട്, ഇത് 3ഉം റെഡിയാക്കി വെക്കുക. നെക്സ്റ്റതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻ കേസ് IELTS അല്ലെ PTE ഒന്നും നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വേണം വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. നമുക്ക് IELTSന്റെ സ്കോർ, PTEയുടെ സ്കോർ എല്ലാം മിനിമം സ്കോർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ 2 വർഷത്തെ നമ്മുടെ സ്റ്റേ നമ്മൾ ഫണ്ട് ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, ഇതിന് 2 മാർഗങ്ങളുണ്ട്. ഐദർ നിങ്ങൾക്ക് അവിടെ ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയ്മെൻറ്റ് സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്പോൺസർ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററും അതുപോലെ നിങ്ങളുടെ സാലറി, അവിടെ ഉള്ള സാലറി സർട്ടിഫിക്കറ്റും ഒക്കെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ആവശ്യമുള്ള ഫണ്ട് ഓസ്ട്രേലിയയിൽ തന്നെ നിങ്ങളുടെ സാലറി ത്രൂ ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. കേസ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഒരു 5000 USD എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 3 മാസമായിട്ട് ഉണ്ട്. ലൈക്ക് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് പ്രയർ ആയിട്ട് 3 മാസം മുമ്പേ ഉണ്ട് എന്ന് കാണിക്കുക. ഇൻ കേസ് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ ഈ 3 ലക്ഷം ഈ കഴിഞ്ഞ 3 മാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും മതിയാകും. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ
ലോൺ എമൗണ്ട് അതിന് ഈ 3 മാസത്തിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. ഈ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഈ ലോൺ ജനറേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രൂഫ് കാണിച്ചാലും മതിയായിരിക്കും. അടുത്തത് വേണ്ടത് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിനുവേണ്ടി ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള പാസ്പോർട്ട് ഓഫീസിൽ അപ്ലൈ ചെയ്യുക. അതിനെല്ലാം ഓൺലൈനായിട്ടുള്ള ഫോംസ് ഉണ്ട്. അത് വേഗം ഫില്ല് ചെയ്തിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുക. പ്രൊസീജിയർ ചിലപ്പോൾ ഡിലേ ആയിരിക്കാം, അതുകൊണ്ട് വേഗം തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ സ്റ്റഡി ഡോക്യുമെൻറ്റ്സ് ആണ്. അതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ്സ് ആൻഡ് യുവർ CV. ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയതിനു ശേഷം ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ചെയ്യുകയോ ചെയ്യണം ഇൻ കളർ. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയതിനു ശേഷം നമ്മുടെ ഇമി അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്ത് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതൊരു 28 പേജ് ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതിൽ ആദ്യം എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം അവർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകും. അവിടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പേയ്മെൻറ്റ് പേജിലോട്ട് പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അവർ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു TRN എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടും. ദാറ്റ് ഈസ് യുവർ ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ. അത് നോട്ട് ചെയ്ത് വെക്കുക. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ മെയിൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഹെൽത്ത് എക്സാംസ്, ഇൻ കേസ് നിങ്ങളുടെ ഹെൽത്ത് എക്സാംസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോമെട്രിക്സ് ആണ്. അത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ്സും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടതിന് മുമ്പേ അവർ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവർ അപ്ഡേറ്റ് ചെയ്യും. ജസ്റ്റ് അതിന് അക്കോർഡിംഗ്ലി പോയാൽ മതി. വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ഡോക്യുമെൻറ്റ്സ് നിങ്ങളെ ഇല്ല അല്ലെങ്കിൽ മിസ്സായിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങളത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അവർ ചിലപ്പോൾ നിങ്ങളെ അറിയിക്കുമായിരിക്കും, ഒരു ഷുവറിറ്റി ഇല്ല. നിങ്ങളെ ചിലപ്പോൾ അറിയിക്കും ദാറ്റ് ഇന്ന അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വേണം അല്ലെങ്കിൽ ഇത് മിസ്സിംഗ് ആണെന്ന് അറിയിക്കും. ചിലപ്പം അവരതില്ലാതെ പ്രൊസീഡ് ചെയ്യും, നിങ്ങളുടെ വിസ റിജക്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൈക്ക് കയ്യിലില്ലാത്തതോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്തേന് കയ്യിലില്ലാത്ത എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ത്രൂ യുവർ ഇമി അക്കൗണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ വിസ അവർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ, അതിൻ്റെ ഡിസിഷൻ അവർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഇമി അക്കൗണ്ടിൽ കയറിയിട്ട് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെനു ഓപ്ഷനിൽ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഈ പറയുന്ന സ്റ്റെപ്സ് മുഴുവനും ഈ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സൈറ്റിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം വിസ പ്രോസസ്സിങ്ങിന് ഒരു 10 to 30 days ആണ് അവർ പറയുന്ന ടൈം. ഇൻ കേസ് നിങ്ങളുടെ വിസ അപ്രൂവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലെറ്റർ വരും വിത്ത് യുവർ വിസ നമ്പർ, പിന്നെ വിസ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എന്ന് മുതലാണ് വിസ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് റിജക്റ്റ് ആവുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് റിജക്റ്റ് ആയി, ഇൻ കേസ് നിങ്ങൾക്ക് അത് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടെ പറഞ്ഞ് നിങ്ങൾക്കൊരു മെയിൽ വരും. അതുപോലെ തന്നെ ഈ വിസ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്ത ഫീസ് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും
അപ്ലൈ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ ഇത് മേറ്റ്സിന് അപ്ലൈ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, ബൈ.